+1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ഡേറ്റിനെക്കുറിച്ചും അതുപോലെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റീവാലുവേഷനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ പൂർത്തിയായി. അതുപോലെ തന്നെ ടാബുലേഷൻ വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ +2വിൻ്റെ വാല്യുവേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. +2വിൻ്റെ വിജയശതമാനം ഈ പ്രാവശ്യം കുറയുമെന്ന വാർത്തകളും വരുന്നുണ്ട്. മെയ് 12-നുള്ളിൽ തന്നെ +2വിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിക്കുക +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടാണ്. +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് ഏപ്രിൽ 20-ന് പ്രസിദ്ധീകരിക്കും എന്ന വാർത്ത വന്നിട്ടുണ്ട്. ഏപ്രിൽ 20-ന് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് സൂചന. റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റീവാലുവേഷന് കൊടുക്കാനുള്ള ഒരു സമയവും വരും. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാം. +1 എക്സാം ഉത്തരക്കടലാസുകളുടെ റീവാലുവേഷൻ, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് സമർപ്പിക്കേണ്ടത്. റീവാലുവേഷന് 500 രൂപയാണ് ഫീസ്. അതുപോലെ സ്ക്രൂട്ടനിക്ക് 100 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയുമെന്ന പേടി വേണ്ട. മാർക്ക് കുറഞ്ഞാൽ ആദ്യത്തെ മാർക്ക് തന്നെയാണ് പരിഗണിക്കുക. റീവാലുവേഷൻ നടത്തുമ്പോൾ ഒരിക്കൽ കൂടി ഒരധ്യാപകൻ പേപ്പർ വാല്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാർക്ക് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ടാണ് ആ പേപ്പർ അധ്യാപകന് വാല്യുവേഷൻ നടത്താൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡബിൾ വാല്യുവേഷനുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. സ്ക്രൂട്ടനി എന്ന് പറയുന്നത് മാർക്ക് ഒന്നുകൂടി കൂട്ടി നോക്കുന്നതിനെയാണ്. സൈഡിൽ എഴുതിയ മാർക്കെല്ലാം ഒന്നുകൂടി കൂട്ടി നോക്കി വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സ്ക്രൂട്ടനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പിക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. കേരള റിസൾട്ട്സ് nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. DHC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് മാർച്ച് 2025 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ജനനത്തീയതിയും നൽകുക. തുടർന്ന് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.